ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ സൊമാറ്റോയിലുള്ള ബെസ്റ്റ് റേറ്റഡ് ബിരിയാണി വേഴ്സ്റ്റ് റേറ്റഡ് ബിരിയാണിയും കമ്പയർ ചെയ്യാൻ പോവാണ്. ബ്ലൈൻഡ് ടെസ്റ്റ് നമുക്ക് അറിയില്ല ഏതിലേതാണ്. അപ്പൊ ഇതാണ് വേഴ്സ്റ്റ് റേറ്റഡ് ബിരിയാണി, അച്ഛൻ്റെ കയ്യിലാണ് ഇത്. ഹായ് ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് സൊമാറ്റോയിൽ നിന്ന് വാങ്ങിച്ച ബെസ്റ്റ് റേറ്റഡ് ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് ഈ ബിരിയാണി നമുക്ക് കഴിച്ചോക്കിട്ട് അറിയാം ശരിക്കും ഇത് റേറ്റിംഗ് ആണോ അതോ ഉടായ്പാണോ അതോ കഴിക്കുമ്പോൾ അറിയാം. ഓക്കെ ഗൈസ്, അപ്പൊ ക്യാമറമാൻ ഇത് 2 പ്ലേറ്റ്സ് ഇട്ട് കൊണ്ടുപോവാ. ഇതിൽ ഏതായതാന്ന് എന്നോട് പറയരുത്, നിങ്ങൾ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പറയും. അതിന് നീ പറഞ്ഞാൽ മതി ഞങ്ങൾ സെലക്ട് ചെയ്ത് കറക്റ്റ് ആണോ അല്ലേ. ഓക്കെ, ക്യാമറമാൻ 2 ബിരിയാണിയും കൊണ്ട് വരുന്നുണ്ട്. ഇതിലിപ്പോ കണ്ടിട്ട് സത്യം പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഏതേതാന്ന്. 2 നീ കണ്ടിട്ട് ഏകദേശം ഒരേപോലെ ഉണ്ട്. പിടിച്ചേ മറ്റേ പിടിച്ചേ പിടിക്കാം. അപ്പൊ നമ്മളതിൽ 2 ബിരിയാണി വന്നിട്ടുണ്ട്. കണ്ടിട്ട് അതായത് കണ്ടിട്ട് പോകുന്നത് എനിക്ക് കണ്ടിട്ട് ഇതാണ്. കണ്ടിട്ട് ഇതും വലിയ കുഴപ്പമില്ലാത്ത മാതിരി തോന്നുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒപ്പം നമുക്ക് സർലാസ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഇത് ഗ്രേവി ഒക്കെ ഉണ്ട്. ഒരു റിച്ച് ബിരിയാണിയുടെ തോന്നുന്നു. ഇതിലൊരു മുട്ടയുണ്ട്, പിന്നെ ചിക്കനാണ്, വേറെ സർലാസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് കാണുമ്പോഴേ മസാല കാണുമ്പോൾ ഒരു കഴിച്ചു നോക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. സ്പൂണൊക്കെയാണ് കൈയോട് സ്മെല്ലൊക്കെ ഉണ്ട്. വേണ്ട. അതെ, ചിക്കൻ എടുത്ത് കഴിച്ചു. ചിക്കൻ നല്ല മുറ്റാ. ചിക്കൻ ഇതിന്റെ ഗ്രേവി കൂട്ടി കഴിക്കുമ്പോ വരുന്നടാ. അതെ, കഴിച്ചോടാ. ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവറാണ്. ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ട് ഇതില്. ചിക്കൻ നല്ല മുറ്റാണ്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഇതില് വെച്ചിരിക്കുന്നത്. ബിരിയാണി ഒന്ന് മാറ്റി പിടിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബിരിയാണിയായിരുന്നു. വലിയ കുഴപ്പമില്ല, ബിരിയാണി നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇതും നോക്കട്ടെ കേട്ടോ, ഈ ബിരിയാണി നോക്കട്ടെ. നല്ല ഫ്ലേവറൊന്നും ഇല്ല, ഭയങ്കര ഒരു മൈൽഡ് ബിരിയാണിയാണ്. ഇതും ബിരിയാണിയുടെ അത്രയ്ക്കൊരു സ്മെല്ല് കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവർ പോലെ ഇത് തോന്നിയില്ല കേട്ടോ എനിക്ക്. നോക്കട്ടെ ഒന്നുകൂടെ. ഇത് കാണാൻ പോരെങ്കിലും ഇതൊന്നും റൈസിന് ടേസ്റ്റ് ഉള്ളൂ. അത് കാണാൻ പക്ഷെ ഇത് ബിരിയാണിയുടെ അത്രയ്ക്ക് ടേസ്റ്റ് തോന്നുന്നില്ല ഇതിന്. ചിക്കനും ഇതുപോലെ ഇതാണ് ഒന്നുകൂടെ ഒരു നല്ല ടേസ്റ്റ്. ചിക്കൻ ഭയങ്കര ഹാർഡ്. ചിക്കന്റെ ഇത് ടേസ്റ്റ് കുറവാണ്, പക്ഷെ അത് നല്ല സോഫ്റ്റ് ചിക്കൻ കാണാൻ എങ്ങനെയും റൈസിന്റെ ടേസ്റ്റും. പക്ഷെ ചിക്കൻ ഇത് കുറച്ച് ഹാർഡാ. പിന്നെ സർലാസ് കൊടുത്തിട്ടുണ്ട്. സർലാസ് അച്ചാറുണ്ട്, ഇതൊന്നുമില്ല. ക്യാമറമാനോട് ചോദിച്ചു നോക്കാം അല്ലേ. അച്ഛനെ തോന്നുന്നു ഏതായിരിക്കും ബെസ്റ്റ് റേറ്റഡ്. ഞാൻ വിചാരിക്കുന്നത് ഇതാണ് ടേസ്റ്റ് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കിതില് സർലാസും അച്ചാറൊക്കെ വന്നുകൊണ്ട് ബെസ്റ്റ് റേറ്റഡ് എന്ന് പറയുമ്പോൾ എല്ലാം കിട്ടുമല്ലോ. എല്ലാം കിട്ടും. ഇതില് എന്ന് വെച്ചാൽ ആകെ മട്ടയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. കാണാൻ എനിക്കാണ് ഇതാണ് ബെസ്റ്റ് റേറ്റഡ്. അതെ, അച്ഛനാണ് ഇതാണ്. എനിക്ക് ഇതാണ് നല്ലത് തോന്നിയത്. കാരണം ഇതിന്റെ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ. പിന്നെ റൈസ് വന്നിട്ട് അതിന്റെ നല്ലൊരു സ്മെല്ലാണ്. ശരിക്കും ഒരു ബിരിയാണിയുടെ നല്ലൊരു സ്മെല്ല് എടുക്കുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടി തോന്നിയത് അതാണ് നല്ലതെന്നാണ്. ഇതാണ് അപ്പൊ അച്ഛന് തോന്നുന്നത് ഇതാണ് നല്ലത്. എനിക്ക് തോന്നുന്നത് ഇതാണ് നല്ലത്. പക്ഷെ ടേസ്റ്റ് വൈസ് ഇപ്പൊ ഞാനും തന്നെ പറയണേ, എനിക്ക് തോന്നുന്നത് ഇതന്നെ നല്ലത്. കാരണം ടേസ്റ്റ് വൈസ് നമ്മൾ നോക്കാൻ ഇതാണ് നല്ലത്. നമുക്ക് ബിരിയാണിയുടെ ശരിക്കും പറയുകയാണെങ്കിൽ ടേസ്റ്റ് ആണല്ലോ വേണ്ടത്. ടേസ്റ്റ് കൂടുതൽ നന്നായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അതെ, ചിക്കൻ ഒരു ഭയങ്കര ഹാർഡ്, നല്ല സോഫ്റ്റ് ഹാർഡാണ്. ക്യാമറമാൻ ഏതാണ് സത്യം പറഞ്ഞോ? അപ്പൊ നിങ്ങളുടെ 2 പേരും ഗസ് കറക്റ്റാ. ഇതന്നെയാണ് ബെസ്റ്റ് റേറ്റഡ് ബിരിയാണി, ഇത് ലോവസ്റ്റ് റേറ്റഡ് ബിരിയാണി. അപ്പൊ ആൾക്കാർ റേറ്റ് ചെയ്ത് വളരെ വളരെ കറക്റ്റ് ആണ്. വളരെ കറക്റ്റ് ആണ് ശരിക്കും. ടേസ്റ്റ് ബിരിയാണിക്ക് സർലാസ് കാര്യങ്ങളൊക്കെ സർലാസ് കാര്യങ്ങള് ഇഷ്ടമല്ല അവര്. പക്ഷെ എന്താണെന്നറിയോ, ടേസ്റ്റ് വൈസ് ഇതിന്റെ റൈസിനുള്ള ഫ്ലേവറും ചിക്കൻ നല്ല സോഫ്റ്റ്. അതാണ് അതിന്റെ ഒരു രസം. ഇത് പോരാ, ഹാർഡാണ്. നമ്മൾ ഏത് റെസ്റ്റോറന്റ് ഓർഡർ ചെയ്യുന്ന നമ്മൾ മറ്റേ ഫുഡ് ബുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മൾ ചെയ്തത്. അതിൽ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓർഡർ ചെയ്തിരുന്നെന്ന്. ഇന്നത്തേക്ക് ഇത്ര മാത്രം. See you again tomorrow with a new video. Okay, bye. Thank you. അപ്പൊ ഈ സീൻ റെക്കോർഡ് ചെയ്ത് തന്നെ മൈക്ക് ഞാൻ ഓൺ ആക്കിയാൻ മറന്നുപോയി. അപ്പൊ സൗണ്ട് പിടിച്ചൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മള് ബെസ്റ്റ് റേറ്റഡ് ബിരിയാണി ഹോട്ടൽ അക്ഷയ നോക്കിയായിരുന്നു, പിന്നെ തോംസൺ കാസിൽ നോക്കിയായിരുന്നു. ഞാൻ തൃശ്ശൂരാണുള്ളത്. അപ്പൊ അവിടെ ഈ 2 വന്നത്. അപ്പൊ അതിൽ തോംസൺ കാസ് ഞാൻ എടുത്ത്. അതായത് 800 മേലെ ആൾക്കാർ റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 308 അതിന്റെ ടോട്ടൽ പ്രൈസ്. പിന്നെ അതാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ അതിന് കുറെ കൂപ്പൺ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
എനിക്ക് വില കുറഞ്ഞ് 200 ചില്ലാനൊക്കെ എനിക്കത് കിട്ടിയത് ടോട്ടല്. പിന്നെ ഏറ്റവും വേഴ്സ്റ്റഡ് ബിരിയാണി ഞാൻ നോക്കിയപ്പോൾ ഏതോ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ഹോട്ടൽ ശ്രീ മൂകാംബിക എന്നൊരു ഹോട്ടൽ. അതിന് 2.4 എന്തോ റേറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ 180 എന്തായിരുന്നു ബിരിയാണിക്ക്. പിന്നെ അതിൽ ചില്ലറ കൂപ്പണൊക്കെ കിട്ടി. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വേഴ്സ്റ്റഡ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.